അലീന അവിടെ ഇവിടെ ആ നീ വെളിയിലായിരുന്നോ? ആ രോഹിത്തിനെ വിളിക്കാൻ പോയതാ. അവൻ സിറ്റ് ഔട്ടിലിരുന്ന് ഫോൺ വിളിക്കായിരുന്നു. ആ ഇതൊന്ന് കഴിക്ക്, പോണ്ടേ? ഇന്ന് ഫുഡ് ഐറ്റംസ് കുറെ ഉണ്ടല്ലോ. എന്താ ഇതൊക്കെ? എന്നെ ഇന്ന് അടുക്കളയിലോട്ട് കേറ്റിയില്ല അച്ഛാ. ബബിതയും കൃഷ്ണയും കൂടെ ബലമായിട്ട് എന്നെ ഇറക്കി വിട്ടു. എന്റെ സേവനം മതിയെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നേരാണോടി? എവിടെ സാമ്രാജ്യം നീ പിടിച്ചെടുത്തോ? ഞങ്ങൾ ഉണ്ടാക്കി അച്ഛാ. ഇനി വേണ്ട ആ സേവനം. കുറെ സേവിച്ചു, മതി. നേരാണോടി? എവിടെ സാമ്രാജ്യം നീ പിടിച്ചെടുത്തോ? ഞങ്ങൾ ഉണ്ടാക്കി അച്ഛാ. ഇനി വേണ്ട ആ സേവനം. കുറെ സേവിച്ചു, മതി. ഇതിപ്പോ കണ്ടില്ലേ, എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കോ. എനിക്കുള്ള യാത്ര ഇപ്പൊ സൽക്കാരമാണെന്ന് തോന്നുന്നു. ആ അങ്ങനെ തന്നെ വിചാരിച്ചോ. ഒരു മെമന്റോയും ക്യാഷ് അവാർഡും കൂടി കിട്ടിയാ കൊള്ളായിരുന്നു. അത്ര നല്ല സേവനമായിരുന്നെങ്കിൽ പോകേണ്ടി വരത്തില്ലായിരുന്നല്ലോ. അയ്യോടി, എന്നെ കൊള്ളത്തില്ലായിരുന്നോ? നല്ലതാണെന്ന് എല്ലാരും സമ്മതിക്കണ്ടേ? അമ്മ മൈനസ് മാർക്ക് ഇട്ടിരിക്കുന്നെ, അവിടെ തോറ്റില്ലേ? അത് വളരെ ശരിയാ. തടികേടാകാതെ രക്ഷപ്പെടാൻ പറ്റിയല്ലോ. അങ്ങനെ അങ്ങ് കരുതിയാ മതി. ഞാൻ ഒഴിവായി പോകുവാണെന്നാണോ എല്ലാവരുടെയും വിചാരം? ഞാൻ ഇനിയും വരും. ചിലപ്പോ ഇവിടെ താമസിക്കുകയും ചെയ്യും. എനിക്ക് കുറെ വിളമ്പ് തന്നിട്ടുള്ളതല്ലേ. ഇനി എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? നീ ഇരിക്കെ. കൃഷ്ണമോളെ, നീ എന്താ നോക്കി നിൽക്കുന്നേ? ഞാനിവിടെ വന്ന ദിവസം എനിക്ക് അടുക്കളയിലായിരുന്നു ഭക്ഷണം. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കരഞ്ഞോണ്ടാ അന്ന് ഞാൻ ആഹാരം കഴിച്ചേ. അന്നിവിടെ ജോലിക്ക് നിന്ന കുഞ്ഞുമോളെ ചേച്ചിയാ എന്നെ ആശ്വസിപ്പിച്ച്. അന്ന് നീ വെറും വേലക്കാരിയായിരുന്നു, കുഞ്ഞുമോളെ പോലെ. അത് തന്നെ അച്ഛാ ഞാൻ പറഞ്ഞു വന്നേ. ഞാൻ വെറും വേലക്കാരിയായിരുന്നു.